യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവപരിപാലനയുടെ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 6-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണിത്. നമ്മുടെ യാചനകൾക്ക് മറുപടി തരുന്ന ഒരേ ഒരു ദൈവം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം 24 മണിക്കൂറും സ്വീകരിക്കുന്ന ജീവനുള്ള ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുകയും ആ ദൈവത്തോടൊപ്പമാണ് നമ്മൾ നടക്കുകയും ചെയ്യുന്നത്. ഈ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ വേദനിക്കുകയോ വിലപിക്കുകയോ ആകുലപ്പെടുകയോ ഒന്നുമില്ല. കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും സർവശക്തനായ അവിടുത്തെ തണലിലുമാണ് ഞാൻ കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന എനിക്ക് ഈ ലോകത്തിൽ നിന്നും എന്ത് ദുഃഖങ്ങൾ ഉണ്ടാകുവാനാണ്? എന്നെ പരിപാലിക്കുന്നവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ എൻ്റെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? നിന്നെ എപ്പോഴും കേൾക്കുവാനും നിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാനും വേണ്ടി നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ മുന്നിലും പിന്നിലും വശങ്ങളിലും നിരന്തരം നിന്നോടൊപ്പം നടക്കുന്നു. ഈ വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം. ആ ദൈവത്തോടൊപ്പമായിരിക്കാം. ആകുലതകളും വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ച്, എൻ്റെ കർത്താവേ, നീ എപ്പോഴും എന്നെ ശ്രവിക്കുകയും എൻ്റെ പ്രാർത്ഥനകൾക്ക് നീ എപ്പോഴും മറുപടി തരികയും ചെയ്യുന്നു. നിൻ്റെ പരിപാലനയിലാണ് ഞാൻ നിൽക്കുന്നത്. അതിനാൽ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നീ എനിക്ക് ദാനമായി തന്ന മക്കളെ നീ പരിപാലിക്കും. അവർക്ക് വേണ്ടതെല്ലാം നീ കൊടുക്കും. നിൻ്റെ ഉള്ളം കൈയിൽ ഞങ്ങൾ ഓരോരുത്തരും സംരക്ഷിതരാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ വിശ്വാസം അത് ദൃഢമാക്കുക. ദൈവത്തിൻ്റെ പൂർണ്ണമായ കരുതൽ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗത്താലും പീഡകളാലും വലയുന്ന എല്ലാ മക്കളെയും പൂർണ്ണ സൗഖ്യം കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സന്തോഷത്തോടെയുള്ള സമാധാനം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.